ഹായ് സലീം സർ, നമ്മുടെ ഈ ഒരു ഹാൾ ഓഫ് ഫെയിം ഇന്റർവ്യൂയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കൂട്ടത്തില്, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ധാരാളം ആൾക്കാര് പല തരത്തില് സക്സസ് സ്റ്റോറീസുകൾ ആവശ്യക്കാരുണ്ട്. അതായത് നമ്മളുടെ ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ സക്സസ് സ്റ്റോറീസിലൂടെ ഇൻസ്പയർ ആകുന്ന ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് സലീം സാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം വീഡിയോയുടെ ശരിയായ പ്രയോജനം പെടുത്തിക്കൊണ്ട് സീറോ എമൗണ്ടിൽ ഒരു 5 lakhs മുകളിൽ അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സോ നമുക്ക് ഒന്ന് സംസാരിച്ച് തുടങ്ങാം. സലീം സാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയുക, എവിടെ നിന്നാണ് തുടക്കം, ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒന്ന് ഷെയർ ചെയ്യാം കാര്യം. ഓക്കെ, താങ്ക് യു. ആദ്യമേ ഒരുപാട് നന്ദി പറയുകയാണ്. കാര്യം ഈ ഒരു അവസരം നൽകിയതിന്. എന്റെ പേര് സലാം കസീറ്റ എന്നാണ്. എന്റെ വീട് വരുന്നത് കാലിക്കറ്റ് എയർപോർട്ടിനടുത്താണ്. ഇപ്പോ ശരിക്കും പറഞ്ഞാല് എനിക്കുന്ന ഒരു മിഷൻ, എന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും, ഇപ്പൊ UAE, ഒമാൻ തുടങ്ങിയിട്ടുള്ള പല സ്ഥലങ്ങളിലും ഈ ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബാക്ക് സപ്പോർട്ട്, അതായത് ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടുമുള്ള ബാക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 10 വർഷത്തോളം UAE-യിലും ഒമാനിലുമായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പായിട്ട് ഇന്ത്യയിലും പലവിധ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്റെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറേയധികം പരാജയങ്ങൾ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിജയം കിട്ടിയതിനേക്കാളും കൂടുതലായിട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒരുപാട് നഷ്ടങ്ങൾ. ഏകദേശം എന്റെ 30ാമത്തെ വയസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിലെ വലിയൊരു പരാജയം കാരണം നിൽക്കുന്ന വീടും സ്ഥലവും ഉൾപ്പെടെ നഷ്ടപ്പെട്ട് എന്റെ കുടുംബം ഒന്നിച്ച് വാടക വീട്ടിലേക്കൊക്കെ മാറുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം തിരിച്ചു കയറിയതും ഇതുപോലെ തന്നെ നമ്മുടെ പല ആളുകളും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയും പല മെന്റേഴ്സിന്റെയും ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിരിച്ചു കയറി വന്നത്. അപ്പൊ ആ ഇടയ്ക്ക് UAE-യില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊമോട്ടിംഗ് ബിസിനസ്സും, അതായത് മാർക്കറ്റിംഗ് ബിസിനസ്സുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പ്രവാസികളുമായിട്ട് സംസാരിക്കുന്നതിനിടക്ക് അവരുടെ പല പ്രയാസങ്ങളും അവർ നമ്മളുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ പല വിഷമങ്ങളും നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു മീറ്റിംഗിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1-2 മണിക്കൂറിൽ തീർന്നു പോകുന്ന മീറ്റിങ്ങുകളല്ലായിരുന്നു. ചിലപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ട്, അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ അങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ആയിരുന്നു. പക്ഷെ പലപ്പോഴും ആദ്യത്തെ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് പലരും നമ്മളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യും. അപ്പൊ അതിൽ നിന്നൊക്കെ അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഈ പ്രവാസ ജീവിതം നിർത്തി മതിയാക്കി നാട്ടിൽ സെറ്റിൽ ആവാനും അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ പലർക്കും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ അവർക്ക് വരുന്ന എമൗണ്ട് എത്രയാണോ അത് അങ്ങനെ തന്നെ ചെലവായി പോകുന്ന ഒരു അവസ്ഥ. അതായത് കൃത്യമായിട്ട് മണി മാനേജ് ചെയ്യാനായിട്ട്, മണി മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു അറിവില്ല, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള വലിയൊരു ബോധമില്ലാത്ത കാരണങ്ങൾ. അതല്ലെങ്കിൽ കിട്ടുന്ന പൈസ മുഴുവനായിട്ടും നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടും അവരുടെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നു. അങ്ങനെ പോയിട്ട് അവസാനം എനിക്ക് 1-2 കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാര്യം ഒരു 30 വർഷത്തിലധികമായിട്ട് പ്രവാസിയായിട്ട് നിന്ന ഒരാളെ അനുഭവം എന്ന് വെച്ചാല്, അയാൾ നിർത്തി നാട്ടിൽ പോയി. അതായത് ഇനി നാട്ടിൽ ജീവിക്കുക, അതായത് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന സമയത്ത് നാട്ടിൽ പോയി. പക്ഷെ അയാൾ ഒരു വർഷത്തിനകം തന്നെ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ വരും, UAE-യിലേക്ക് തന്നെ വരികയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല്, മരുന്ന് മേടിക്കാൻ പോലും കാശില്ല എന്നുള്ളതാണ്. അപ്പോ ഇദ്ദേഹം അത്രയും കാലയളവിൽ ഇയാള് സഹായിച്ച പല ആളുകളും ഇയാളോട് തിരിച്ചൊരു വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നത്. കാരണം നിങ്ങൾ ഇത്ര കാലം ഗൾഫിൽ നിന്നിട്ട് എന്തുണ്ടാക്കി, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ബാലൻസ് ഉണ്ടാക്കിയത്, ഇപ്പൊ മരുന്നിന് പോലും കാശില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഈ പറയുന്ന അതേ ആളുകൾക്ക് വേണ്ടിയാണ് ഇയാൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഒത്തിരി സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ ഇതിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഇവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന എങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള ചിന്ത വന്ന സമയത്ത്, അതേ സമയത്താണ് ഈ ടൂറിസം ബിസിനസ്സുമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കാനും അതുമായിട്ട് ചില യാത്രകൾ ചെയ്യാനൊക്കെ പറ്റി. ഇപ്പൊ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റി. അപ്പോ ഒത്തിരി അവസരങ്ങൾ നാട്ടിൽ കിടക്കുന്നുണ്ട്.
വലിയ നോളജ് ഒന്നും ഇല്ലെങ്കിൽ പോലും, വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും, അത്യാവശ്യം ഒരു 10 വർഷം ഗൾഫിൽ നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് തന്നെ മതി. പക്ഷെ അതുപോലെ ഇവർ തിരിച്ചറിയുന്നില്ല എന്നതാണ്. കാരണം ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ എല്ലാവരും പ്രവാസി തിരിച്ചു വരുന്നത്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് ലാംഗ്വേജുകൾ അയാൾക്ക് എന്താ പറയുക കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. മലയാളം മാത്രം സംസാരിക്കുന്ന ഒരാൾ തിരിച്ചു വരുമ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലാംഗ്വേജുകൾ അയാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളുമായിട്ട് എങ്ങനെ അവരുമായിട്ട് എങ്ങനെ ഇടപഴകണം, ഇന്ററാക്ട് ചെയ്യണം, അവരുമായിട്ട് എങ്ങനെ പെരുമാറണം, അതൊക്കെ ശരിക്കും പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരുപാട് അറിവുമായിട്ടാണ് തിരിച്ചു വരുന്നത്. എന്നിട്ട് പോലും നാട്ടില് അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോ അത്തരം ആളുകളെ സഹായിക്കാനായിട്ട് ഒരു മേഖല കണ്ടെത്തുകയും ഈ ഒരു ടൂറിസം ബിസിനസ്സുമായി കണക്ട് ചെയ്തുകൊണ്ട് അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഈ ഒരു ടൂറിസം ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹോം, ഹോളിഡേ ഹോം സ്റ്റേ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ബിസിനസ്സിലൂടെയൊക്കെ അവരെ നല്ല ഒരു റിട്ടയർമെന്റ് ലൈഫ് അവർക്ക് ലഭിക്കാനായിട്ട് അവരെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മിഷൻ. അപ്പൊ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു 3 വർഷത്തിനകം ഇത്തരത്തിലുള്ള 1000 പേരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഓക്കെ ഓക്കെ ഏത് സമയത്താണ് നമ്മുടെ ഈ ഒരു കാൽസോൾ കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടത്? കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 3 വർഷത്തോളമായി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലായിരുന്നു പ്രവർത്തിച്ചത്. കാരണം പല ബിസിനസ്സുകാർക്കും അവരുടെ ബിസിനസ്സിൽ ഫേസ് ചെയ്യുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോ അവിടെ അതെല്ലാം പരിഹാരം കൊടുത്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു യാത്രക്കിടക്ക് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു യുഗത്തിലേക്ക് വന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഞാൻ ഫേസ്ബുക്ക് ആഡും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് നിരന്തരം അക്കൗണ്ടുകൾ ബ്ലോക്ക് ആവുക, അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ കിട്ടിയ പോലെ ഒരു റിസൾട്ട് പിന്നീട് കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് നിരന്തരം അങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് പ്രവീൺ സാറിന്റെ എനിക്ക് തോന്നുന്നു 99 രൂപയുടെ 99 റുപ്പീസിന്റെ ഒരു വെബിനാർ, അതിന്റെ ഒരു പരസ്യം കാണുകയും ഞാൻ ഉടനെ തന്നെ അതിനകത്ത് ജോയിൻ ചെയ്തു, അത് അറ്റൻഡ് ചെയ്തു. ആ ഒരു 2 മണിക്കൂർ വെബിനാർ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് അതിനകത്ത് കുറേയധികം പുതിയ പുതിയ കാര്യങ്ങളുടെ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ശരിക്കും എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്താണ് ഞാനൊരു 1 hour വീഡിയോ യൂട്യൂബിനകത്ത് കാണുകയാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിനകത്തൊരു ക്ലാരിറ്റി കിട്ടി. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ ഇത്ര കാലം ചെയ്തത് പലതും പല അബദ്ധങ്ങളായിരുന്നു എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് വരികയും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കാൽസോളിനകത്ത് ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയി. ആദ്യകാലങ്ങളിലൊക്കെ ശരിക്കും എന്റെ ഒരു നോട്ടം അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിലൂടെ, അതായത് നമ്മൾ പെയ്ഡ് പ്രൊമോഷനിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രമായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. പക്ഷെ നിരന്തരം ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സാർ പല ടാസ്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വീഡിയോ ഇപ്പോ ഈ സെൽഫ് ബ്രാൻഡിങ് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമറയ്ക്ക് മുമ്പ് ഇതുപോലെ വരിക എന്ന് പറയുന്നത് ഭയങ്കര വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആളുകളുമായിട്ട് നമുക്ക് ഫേസ് ടു ഫേസ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സംസാരിക്കാം. പക്ഷെ ഒരു ക്യാമറ മുന്നിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടി തോന്നുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോ അന്ന് ഒരു 21 days ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ ആ ഒരു അതിൽ അറ്റൻഡ് ചെയ്യുകയും പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് നിരന്തരം 2ാമത്തെ 3ാമത്തെ ഒക്കെ ആ ഒരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടിയെന്നുള്ളതാണ്. എനിക്ക് പിന്നെ സാറ് തന്നിട്ടുണ്ടായിരുന്ന ടാസ്ക് ഒരു ദിവസം 10 വീഡിയോ, അത് അങ്ങനെ ഒരു 10 ദിവസം കൊണ്ട് 100 വീഡിയോ ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ അത് റിസ്ക് എടുത്തിട്ട് തന്നെ ആ ഒരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ സാറ് പറഞ്ഞ പോലെ തന്നെ സാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 1ാമത്തെ വീഡിയോയും 100ാമത്തെ വീഡിയോയും തമ്മിലുള്ള വലിയൊരു മാറ്റം ഉണ്ടാകുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്തു, എനിക്കത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ വലിയ രീതിയിലൊരു മാറ്റം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ എന്റെ പ്രൊഫൈലുകളൊക്കെ ഇപ്പൊ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്രൊഫൈലിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസ്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ അങ്ങനെ ചെയ്തു തുടങ്ങി.
അപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമ്മുടെ ബിസിനസ് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളിപ്പോ ഇത് കൂടാതെ തന്നെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് വയനാട് ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓൾറെഡി 4 പ്രോപ്പർട്ടികളുണ്ട്. വയനാട് കസീറ്റ എന്നാണ് കമ്പനിയുടെ പേര്. അതുപോലെ തന്നെ കുറച്ച് വില്ല പ്രൊജക്ട് അങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് പിന്നീട് എനിക്ക് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, ഞാൻ 1-2 പേരുടെ സഹായത്തോടു കൂടിയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് കുറച്ചൊരു സമയം ഞാൻ വെയിറ്റ് ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനകം ₹1 പോലും സ്പെൻഡ് ചെയ്യാതെ ഒരു 5 ലാഖിന്റെ അച്ചീവ്മെന്റ് എനിക്ക് അതിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അതിലൂടെ മാത്രം കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ്. അതെ, ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തുടക്ക സമയത്തൊക്കെ നമുക്ക് ഈ നല്ല തരത്തിൽ നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഞാൻ വീഡിയോ ചെയ്താൽ ആൾക്കാർ എന്ത് പറയും, ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ഒത്തിരി പേര് കമ്മ്യൂണിറ്റി മെമ്പേഴ്സും യൂട്യൂബിലെ ആൾക്കാരുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഉള്ള, അതായത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റോ സർവീസോ ഉണ്ട്, പക്ഷെ അവർ ക്യാമറയിലോട്ട് വരാൻ എന്തോ ഒരു മടി. അങ്ങനെയുള്ളവരോട് എന്ത് സന്ദേശമാണ് ഷെയർ ചെയ്യാനുള്ളത്? അവരോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള പല ആളുകൾക്ക് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ മൊബൈലാണ്, ഇത് നമ്മുടെ ക്യാമറയാണ്. ഈ സാധനം നമ്മൾ തിരിച്ച് കടിക്കൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്താണോ പറയാനുള്ളത് നമ്മളൊരു സുഹൃത്തിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടാണ് സംസാരിക്കുക. ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷനും അതിനകത്ത് തന്നെ ഉണ്ട്. അത്രയും ലാഘവത്തോട് കൂടിയിട്ട് അതിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ നിസ്സാരമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അതെ. കാരണം നമ്മളെ ഈ പണ്ടൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഈ വലിയൊരു ദൗത്യമാണ് ഇപ്പോ സർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യത്തില് നമ്മൾ അങ്ങോട്ട് പോയി കസ്റ്റമറിനെ കാണുകയും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകാര്യതയും, പക്ഷെ അതേ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന എൻക്വയറിയും തമ്മിലുള്ള ആ ഒരു ഹ്യൂജ് ഡിഫറൻസ് ശരിക്കും ഇപ്പോ എൻജോയ് ചെയ്യുന്നുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാല് ഇപ്പോ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആളുകൾ നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് പഴയ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളിലും ഈ ഒരു ലിങ്ക് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോ ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് പോകും. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ആളുകൾ തിരിച്ച് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരു വിശ്വാസ്യത അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാര്യം. പല വീഡിയോസിലായിട്ട് ഇതിന്റെ പല ഘട്ടങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ഒരു വയനാട്ടില് അല്ലെങ്കിൽ വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പോലും ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്ന ഏകദേശം ഒരു 8ഓളം പോയിന്റുകളുണ്ട്. അതായത് ഏത് രീതിയിലാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ലാൻഡ് കണ്ടെത്തേണ്ടത്, ആ ഒരു ലാൻഡില് നമ്മള് നമ്മുടെ പർപ്പസിനനുസരിച്ച് എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ നടത്തേണ്ടത്, ഫൈനലി അത് നമുക്ക് എങ്ങനെ ഒരു സ്ഥാപനം ബ്രാൻഡ് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഇതിനെ നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് എങ്ങനെ ഉറപ്പാക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെയാണ് പലരും എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാ. അത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ NRIs ഉള്ള ആൾക്കാർക്ക് അവരുടെ മനസ്സിലെ വലിയൊരു പെയിൻ പോയിന്റ് ആയിരിക്കും ഒരു നല്ല സുഹൃത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് മണി മാനേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അവരുടെ വലിയൊരു പ്രശ്നം ഈ 10-30 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് നാട്ടിൽ വരുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ. പക്ഷെ അങ്ങനെ ഈ ഒരു തുടക്കക്കാർക്ക് തന്നെ ഗൾഫിൽ ഇരുന്നു കൊണ്ട് ഒന്ന് ചിന്തിക്കാൻ നമ്മൾ സഹായിക്കുകയും പിന്നെ വീഡിയോസ് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നു. പലപ്പോഴും ഞാനും പല വീഡിയോകളും കാണുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, വയനാട്ടിൽ നമുക്ക് ഒരുമിച്ച് പൈസ കൊടുക്കാതെ കുറേശ്ശെ പൈസ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടി അവിടെ ബിൽഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ ആവശ്യമാണ്. പറഞ്ഞു തരാൻ ഒരാൾ ഉണ്ടാവുക എന്ന് മാത്രമല്ല, ആധികാരികമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ നല്ലതും ചീത്തയും പറയാനായിട്ട്. പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോയിൽ കണ്ടു, വയനാട്ടിലെ എല്ലാ സ്ഥലവും ടൂറിസ്റ്റ് ആയിട്ട് നമുക്ക് വരുമാനം തരുന്നതല്ല, നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ ഇങ്ങനെ ഒരു നല്ല എക്കോസിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുന്നതിലൂടെ ആ ഒരു വിഷയമായിട്ട് ഒത്തിരി ആൾക്കാർക്ക് നല്ല ഇൻഫർമേഷൻ കിട്ടിയ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ആൾക്കാർ ഡിസിഷൻ എടുത്തിട്ടായിരിക്കും പിന്നെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകണം. ആ ഒരു ആദ്യം നമ്മളെയാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്, പിന്നെയാണ് നമ്മുടെ സർവീസ് പ്രൊഡക്റ്റും. അതെ.
ഇപ്പൊ അതെ നേരത്തെ സാറ് പറഞ്ഞ ഒരു പോയിന്റിനോട് ചേർത്ത് പറയേണ്ടത്, വയനാട്ടിൽ ഒരുപാട് ആളുകൾ വന്ന് അബദ്ധത്തിൽ പെട്ടുപോകുന്നുണ്ട്. അതെ ആക്ച്വലി ഒരു വയനാടിനെ ഞാൻ ഈ വയനാട് എന്ന് പറയാൻ കാരണം വെച്ചാല് ഞങ്ങളുടെ ഒരു ഏരിയ വയനാടാണ്. ഞങ്ങൾ വയനാട് കസീറ്റ എന്ന കമ്പനിക്ക് പേര് വെക്കുമ്പോൾ തന്നെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, അത് ആ വയനാട് എന്ന് ഒഴിവാക്കിക്കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, കാരണം വയനാടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫോക്കസ് ഇതിൽ നിന്ന് ശ്രദ്ധ മാറി മറ്റൊരു മേഖലയിലേക്ക് പോവാതിരിക്കാനായിട്ട് ആ വയനാട് എന്നുള്ള പേര് ചേർക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത്, അങ്ങനെ തന്നെയാണ് നമ്മൾ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോ ഇവിടെ സത്യത്തില് ഈ വയനാട് വന്നു പോകുന്ന ആളുകൾ, അതായത് തീർച്ചയായിട്ടും ഈ യാത്രയും അതുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു പ്രകൃതി സ്നേഹികളൊക്കെ ആയിരിക്കും ഈ കൂടുതലായിട്ടും ഇവിടെ വന്നു പോകുന്നത്. അപ്പൊ ഇവിടെ വന്ന് ചുരമിറങ്ങി, അതായത് തിരിച്ചു പോകുന്ന ആളുകളൊക്കെ മനസ്സിൽ ശരിക്കും ഒരു ആഗ്രഹം ബാക്കിയാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. കാരണം വയനാട്ടിൽ സ്വന്തമായിട്ട് ഒരു വീട്, ഒരു കൊച്ചു വീടെങ്കിലും വേണം എന്നുള്ള ആഗ്രഹം പല ആളുകൾക്കും ബാക്കിയാണ്. അത് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും. കാരണം അത്യാവശ്യം വലിയൊരു എമൗണ്ട് ഒക്കെ ബഡ്ജറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ ഒരു റിസോർട്ട് ചെയ്യണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം. ബഡ്ജറ്റ് കുറഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും മേടിച്ചിട്ട് ഒരു കുഞ്ഞു വീട് അവിടെ ചെയ്യണം. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് വന്നു പോകാനായിട്ട്. അപ്പൊ ഈ ഒരു ആഗ്രഹം മിക്ക ആളുകൾക്കും ഉണ്ട്. അപ്പൊ ഇവര് തിരിച്ച് ഇപ്പൊ പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് അവിടെ ചെന്ന് അവരിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സജീവമായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഇവരുടെ മുന്നിലേക്ക് ഇങ്ങനെ പരസ്യങ്ങൾ വരും, വയനാട്ടിൽ കുറഞ്ഞ വിലക്ക് കൂടുതൽ ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം ചില സമയത്ത് കാണാം ഒരു 10 ലക്ഷം രൂപക്ക് 50 സെന്റ് സ്ഥലം എന്നൊക്കെ പറയും. അപ്പൊ ഇത് കണ്ട ഉടനെ തന്നെ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് കോൺടാക്ട് ചെയ്ത് ഫോട്ടോയും വാട്സപ്പിൽ എന്ത് ചെയ്യും, ഫോട്ടോ വീഡിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് നേടിയെടുക്കുക. എന്നിട്ട് ഇത് കച്ചവടം ഉറപ്പിക്കും. സത്യം പറഞ്ഞാൽ ഈ സ്ഥലം ഫോട്ടോയിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കച്ചവടം ഉറപ്പിക്കും. അതിന്റെ രജിസ്ട്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇവര് തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇതുപോലെ ഒരു റിസോർട്ട് പണിയാനായിട്ട് അതിനൊരു പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഇവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. കാരണം ആ ഒരു ഭൂമിയിൽ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടൂല എന്നുള്ള കാര്യം ആ സമയത്തായിരിക്കും അവർ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്ക് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് മനസ്സിലാക്കുക. കാര്യം വയനാട് ഞങ്ങൾ കൃത്യമായിട്ടൊരു സർവേ നടത്തിയതാണ്. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ എവിടെയാണ്, അതുപോലെ തന്നെ ഏറ്റവും നല്ല ക്ലൈമറ്റ് ഉള്ള ഏരിയ എവിടെയാണ്, പെർമിഷൻ കിട്ടുന്ന മേഖലകൾ ഏതൊക്കെയാണ്, ഈ ഭൂമിയുടെ തരങ്ങൾ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ചിട്ട് കുറച്ചധികം കാറ്റഗറികൾ കൂടുതലുണ്ട്. ഇവിടെ ഇപ്പൊ റെഡ് സോൺ, ബഫർ സോൺ, ട്രൈബൽ ലാൻഡ്, പ്ലാന്റേഷൻ ലാൻഡ് തുടങ്ങിയിട്ടുള്ള കുറെ അധികം കാറ്റഗറി ഉണ്ട്. അപ്പൊ ഇതിൽ മിക്ക കാറ്റഗറിക്കകത്തും ഈ പെർമിഷന്റെ ഒരു വിഷയം വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ പർപ്പസിൽ കൺസ്ട്രക്ഷൻ പെർമിഷൻ കിട്ടൂല. അപ്പോ ഇങ്ങനെ ഇതിനൊന്നും പറ്റാത്ത സ്ഥലങ്ങളായിരിക്കും ഈ ആളുകൾ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഒത്തിരി കേസുകൾ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മളൊരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അതും ഇപ്പൊ ഈ പറയുന്ന പോലെ ഇതിനിടക്ക് ഫ്രീ ആയിട്ട് തന്നെ പല വെബിനാറുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ 1-to-1 കൺസൾട്ടിങ്, ഇതിലൊക്കെ പലതും നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം അവര് ഇനി അത്തരം അബദ്ധങ്ങളിൽ വന്ന് പെട്ടുപോകരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന. ഇപ്പൊ നമ്മൾ ഓൾറെഡി 2 പ്രൊജക്ട് ഞങ്ങളുടേതായിട്ടുള്ള വില്ല പ്രൊജക്ട് ഉണ്ട്. വയനാട് കസീറ്റയുടെ അണ്ടറിൽ വരുന്ന വില്ല പ്രൊജക്ട് ഉണ്ട്. ഇപ്പൊ അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒത്തിരി വലിയൊരു എമൗണ്ട് കയ്യിലില്ലാത്ത ആളുകളുണ്ട് ഇപ്പൊ ഈ പ്രവാസികൾ. എന്നാൽ അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു പുതിയൊരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത മാർച്ച് കഴിഞ്ഞാൽ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ഏതാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് 2-3 വർഷത്തിനകം പേയ്മെന്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടൊരു പ്ലാൻ. അതായത് ഒരാൾക്ക് ഒരു മാസത്തിൽ ഒരു 50,000 1 ലക്ഷം ഒക്കെ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് മാറ്റി വെക്കാൻ സാധിച്ചാൽ ഒരു 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ഇവിടെ വയനാട്ടിൽ നല്ലൊരു വില്ല അവർക്ക് വേണ്ടി 100% ഓണർഷിപ്പോട് കൂടിയിട്ട് അവർക്ക് ലഭിക്കും. മാത്രമല്ല ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്ത് ഇവർക്ക് കൃത്യമായിട്ട് ഒരു മാസ വരുമാനം നമ്മൾ ഉറപ്പാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു മേഖലയിൽ ഞങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് സാധിക്കും. കാരണം പല രീതിയിലുള്ള പാക്കേജുകൾ ചെയ്യുന്നുണ്ട് വയനാട് കസീറ്റ. അപ്പോൾ നോർത്ത് ഇന്ത്യൻസ്, യൂറോപ്യൻസ്, അറബ്സ് ഒക്കെ അവരൊക്കെ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള പല പാക്കേജുകളും അത് പുറമേ നിന്നുള്ള പല കമ്പനികൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അവരുടെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ ഇത്തരം ആളുകൾക്ക് ഒരു വലിയൊരു ആശ്വാസമാകുന്ന രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി അത് മാർക്കറ്റ് ചെയ്ത് അതിലേക്ക് കസ്റ്റമർ കൊണ്ടുവരാന്നൊക്കെ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ഒരു ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്ത് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് ധൈര്യമായിട്ട് അവർക്ക് നിർത്തി നാട്ടിൽ സെറ്റിൽ ആവാന്നുള്ളതാണ്. മാത്രമല്ല കുറെ അധികം ഫ്രീ ടൈം കിട്ടും. ഇപ്പൊ പല ആളുകളും നിർത്തി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ
ഗൾഫിലാകുന്ന സമയത്ത് ചിലപ്പം കുടുംബമായിട്ട് ഡെയിലി ഒരു മണിക്കൂറൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. നാട്ടിൽ വന്ന് പല ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയുള്ള അത്തരം പല ബിസിനസ്സിലും ഇവർ ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിലൊക്കെ അപ്പുറം ഒരുപാട് ആളുകൾ ഒരു 20-30 വർഷം ഗൾഫിൽ അധ്വാനിച്ച് ഉണ്ടാക്കിയ ക്യാഷ് കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവർക്ക് അറിയാത്ത പല മേഖലയിലും പല ബിസിനസ്സുകളിലും ഇവര് എന്താ പറയാ ഇൻവോൾവ് ആവുകയാണ്. അങ്ങനത്തെ പല ബിസിനസ്സുകൾ തുടങ്ങുന്ന സമയത്ത് ഇത് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. കാരണം നമുക്കറിയാം ചില ബിസിനസ്സുകളൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വലിയ നഷ്ടമായി. അപ്പം നമ്മൾ പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം നഷ്ടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ലാഭം ചിലപ്പോൾ അല്പം കുറവാണെങ്കിലും മുതൽ നഷ്ടപ്പെടുന്നില്ല, നമ്മുടെ അസറ്റ് സേഫ് ആണ്. പക്ഷെ മറ്റു പല ബിസിനസ്സുകളിലും അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒത്തിരി ആളുകളൊക്കെ ഈ രീതിയിൽ പ്രോപ്പർട്ടികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആകുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. കാരണം അവിടെ കിട്ടുന്നതിന്റെ ഒരു 4 ഇരട്ടി 5 ഇരട്ടി ഇവിടെ കിട്ടും. ഇപ്പൊ ഞങ്ങളുടെ മലബാർ ഏരിയയിലൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു റെന്റൽ പ്രോപ്പർട്ടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ, ഒരു 1 CR ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 25,000 30,000 ആണ് മാക്സിമം നമുക്ക് ഒരു റെന്റൽ ഇൻകം ആയിട്ട് കിട്ടുക. അത് നമ്മൾ ഈ പറയുന്ന പോലെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു 4 ഇരട്ടി 1 ലക്ഷം അതിന്റെ മുകളിലൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷം. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ട ആൾക്കാർക്ക് തന്നെ ചിലപ്പം കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഈ പറഞ്ഞ പാക്കേജിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റെനൻസിന് എന്ത് ചെയ്യും, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും എനിക്കറിയാം ഇതിലൊക്കെ ഒത്തിരി കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് സാറിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന്റെ താഴെ സാറിന്റെ ഒരു 1 അപ്പോയിന്റ്മെന്റിന്റെ ലിങ്ക് ഒന്ന് കൊടുത്തോട്ടെ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് നേരിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ. തീർച്ചയായിട്ടും. ശരി. അപ്പോൾ എനിക്കറിയാം ഇപ്പൊ ഈ വീഡിയോയുടെ ഇത്രയും പോർഷൻ എത്തിയപ്പോൾ തന്നെ ഇത് കാണുന്ന പലർക്കും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രത്യേകിച്ച് ഈ സംസാരിച്ച കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്കത് ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട് നേരിട്ട് ഞാൻ കോൺടാക്ട് നമ്പേഴ്സ് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാം. അപ്പോൾ വളരെ സന്തോഷം. ഇത്രയും നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വാല്യൂസ് മാർക്കറ്റിലോട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് കഴിയുന്നു, ഒത്തിരി പേരെ ഗൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ള അറിയുന്നതിൽ. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ട, ഈ ഒരു ഇന്റർവ്യൂ കണ്ട മെമ്പേഴ്സ് ഇത്രയും നമ്മൾ സംസാരിച്ചതിൽ നിങ്ങൾക്ക് എന്ത് ടേക്ക് അവേ ആണ് കിട്ടിയതെന്നുള്ള കമന്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്കും അറിയാം നിങ്ങൾ എന്തൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ പ്രൊജക്ട് ചെയ്യാനുള്ളത്, നമ്മൾ ഓർഗാനിക്കലി നമുക്കൊരു 5 lakhs മുകളിൽ സെയിൽ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു തുടക്കമാണ്. നമ്മളാണ് ഏറ്റവും വലിയ പ്രോഡക്റ്റ്. അതിന്റെ ഉദാഹരണമാണ് സാർ. അതായത് വീഡിയോസിലൂടെ നമ്മൾ വരുമ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് സെയിലാകുന്ന രീതിയിൽ ഓരോ ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ ഹോട്ട് ലീഡ്സ് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഡ്രീമിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നുള്ളതാണ് ഈ വീഡിയോ നമ്മൾ ചെയ്താലുള്ള പ്രയോജനം. അപ്പോൾ ഇതുവരെയും വീഡിയോ ചെയ്യാത്ത ആൾക്കാരെ സാർ പറഞ്ഞ ആ വാക്ക് തന്നെ ഞാൻ തിരിച്ച് കടമെടുക്കുകയാണെങ്കിൽ ഈ സാധനം നമ്മളെ പിടിച്ച് കടിക്കുകയൊന്നുമില്ല, വീഡിയോസ് ചെയ്യുക. വളരെ നല്ലൊരു ഇൻസ്പയറിംഗ് വാക്കായിരുന്നു അത്. സോ വളരെ സന്തോഷം സർ. മറ്റെന്തെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായിട്ട് സാറിന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ വൈൻഡപ്പ്. മറ്റു കാര്യം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം ആദ്യ സമയത്തൊക്കെ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. അത് തിരക്ക് എന്തിനാന്ന് വെച്ചാൽ ഞാൻ എന്റെ ബിസിനസിന്റെ പിറകെ ഓടുകയായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ എന്തിനാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ സാധനം ഇവിടെ ഉണ്ട്, അത് ഇവിടെ വിട്ടുവെച്ചാണ് ഞാൻ അതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അല്പസമയം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ വലിയ റിസൾട്ട്, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. മാത്രമല്ല സാറ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ ചിന്തിക്കാൻ അല്പം സമയം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം സാർ അത് പറയുമ്പോൾ തന്നെ എനിക്കത് പല ഘട്ടങ്ങളിലും അതുമായിട്ട് ഞാൻ കണക്ട് ആയിട്ടുണ്ട്, കഴിഞ്ഞുപോയ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും. അപ്പൊ അതിന് സാറിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. കാര്യം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, സന്തോഷം. താങ്ക് യു സലീം സർ. നമുക്ക് വീണ്ടും ഇതുപോലുള്ള അച്ചീവ്മെന്റ്സുകൾ വീണ്ടും ഒരുമിച്ച് കാണാം. ഒത്തിരി പേർക്ക് വാല്യൂ പകർന്നുകൊണ്ട് മുന്നോട്ട് പോവാം. താങ്ക് യു. ഓക്കെ.